തിരുവനന്തപുരം കോർപ്പറേഷനിൽ നോമിനേഷൻ പിൻവലിക്കാതെ ഇടത് വലത് മുന്നണികളിലെ വിമതർ. കോർപ്പറേഷൻ ഭരിക്കുന്ന CPM-ന് 5 ഇടത് വിമതരുണ്ട്. UDF-ന് 9 വിമതരും മത്സരിക്കുന്നു. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ 2 കോൺഗ്രസ് വിമതർ രംഗത്തുണ്ട്. കൊച്ചി കോർപ്പറേഷനിലും ഇരു മുന്നണികൾക്കും വിമത ശല്യമുണ്ട്. വടകര, പത്തനംതിട്ട, അടൂർ നഗരസഭകളിലും സ്ഥിതി വ്യത്യസ്തമല്ല. S. ശാലിനി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശാലിനി, വിമത ശല്യം രൂക്ഷമാണ്. പത്രിക പിൻവലിക്കും എന്നുള്ള പ്രതീക്ഷയൊക്കെ വച്ചു പുലർത്തിയിരുന്നുവെങ്കിലും അങ്ങനെ ആരും പത്രിക പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിൽ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അംഗചിത്രം അങ്ങനെ ഔദ്യോഗികമായി തെളിയുകയാണ്. അല്പസമയത്തിന് മുൻപാണ് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഔദ്യോഗികമായി അവസാനിച്ചത്. ഈ ഔദ്യോഗികമായി സമയപരിധി അവസാനിക്കുന്ന ഘട്ടത്തിലും വിമത ശല്യം അല്ലെങ്കിൽ വിമത നീക്കം ഇടത് വലത് മുന്നണികൾക്ക് വലിയ രീതിയിലുള്ള തലവേദന ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ ഔദ്യോഗികമായി കണക്കുകൾ രേഖാമൂലം പുറത്തുവിടേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെ ജില്ലകളിൽ, ഏതൊക്കെ മണ്ഡലങ്ങളിൽ, ഏതൊക്കെ വാർഡുകളിലടക്കം വിമത നീക്കങ്ങൾ ഉണ്ട് എന്നൊക്കെയുള്ള ഔദ്യോഗിക കണക്കിന് പുറത്തു വരേണ്ടതായിട്ടുണ്ട്. എങ്കിൽ പോലും പ്രാഥമികമായും പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇടത് വലത് മുന്നണിക്ക്, നഗരസഭ അടക്കം ഭരിക്കുന്ന ഇടത് മുന്നണിക്ക് വലിയ രീതിയിലുള്ള ക്ഷീണമുണ്ടാക്കുന്നുണ്ട് വിമതർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPM-ന് 5 ഇടത്താണ് വിമതർ മത്സര രംഗത്തുള്ളത്. ഒപ്പം തന്നെ UDF-ന് 9 വാർഡുകളിൽ വിമത നീക്കം വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ 2 കോൺഗ്രസ് വിമതർ കൂടി മത്സര രംഗത്തുള്ളത് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം തലവേദന ചെറുതല്ല ഉണ്ടാക്കുന്നത്. കൂടാതെ തന്നെ മറ്റ് ജില്ലകളിലേക്ക് പോവുകയാണെങ്കിൽ കൊച്ചി പല്ലാരിമംഗലത്തും CPM-ന് വിമതൻ മത്സരിക്കുകയാണ്. കൊച്ചി കോർപ്പറേഷനിൽ മാത്രം UDF-ന് 9 വിമതർ ഇത്തവണ മത്സരത്തിന് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വടകര നഗരസഭയിൽ RMPക്കും വിമതൻ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കണക്ക് വരുന്നത്. കാരശ്ശേരി ഡിവിഷനിൽ നിന്നാണ്. അവിടെയും കോൺഗ്രസിനാണ് വിമത നീക്കം വലിയ രീതിയിൽ തലവേദന ഉണ്ടാക്കുന്നത്. പത്തനംതിട്ട നഗരസഭയിലും കോൺഗ്രസ് വിമതർ മത്സരിക്കുന്നുണ്ട്. അടൂർ നഗരസഭയിൽ 3 വാർഡുകളിൽ CPM-ന് വിമതരുണ്ട്. അങ്ങനെ ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിമതരുടെ നീക്കങ്ങൾ അത് തെരഞ്ഞെടുപ്പിൽ കാര്യമായി തന്നെ ബാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് അനുരഞ്ജന ചർച്ചകളൊക്കെ ഇന്ന് രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിലും നടന്നിരുന്നു. ഈ വിമതരെ എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ച് നിലവിലെ സീറ്റുകൾ പിടിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസും ഒപ്പം തന്നെ CPM-ഉം നടത്തിയെങ്കിൽ അതൊന്നും തന്നെ ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല പല ജില്ലകളിലും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലടക്കം വലിയ രീതിയിൽ വിമത നീക്കം UDF-നെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നത്തോടെ ഔദ്യോഗിക ചിത്രം തെളിയുകയാണ്. ഇനി വളരെ ചുരുക്കം ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ളത്. അപ്പോൾ ഈ വിമതർ എത്രത്തോളം വോട്ട് പിടിക്കും, ഒപ്പം തന്നെ വിമതരുടെ പ്രവർത്തനം എത്രത്തോളം മുന്നണികൾക്ക് ക്ഷീണം ഉണ്ടാക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും വിഴിഞ്ഞമടക്കമുള്ള തലസ്ഥാന ജില്ലയുടെ പ്രധാനപ്പെട്ട മേഖലകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് ഉൾപ്പെടെ 2 വിമതരാണ് മത്സര രംഗത്തുള്ളത്. അതിനേക്കാൾ തലവേദന ഉണ്ടാക്കുന്നത് ലീഗ് മത്സരിക്കുന്ന സ്ഥലങ്ങളിലാണ്. പൗണ്ടുകടവിലും RSPക്ക് നൽകിയ പുഞ്ചക്കരിയിലും കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം അങ്ങനെ വിമതരെ നിർത്തിക്കൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി കോൺഗ്രസിന് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന് അങ്കത്തട്ടൊരുങ്ങുമ്പോൾ വിമതരുടെ നീക്കങ്ങൾ എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും അരയും തലയും മുറുക്കിക്കൊണ്ട് മുന്നണികൾ പ്രചരണ രംഗത്ത് ഈ ഘട്ടത്തിലും സജീവമാണ്. എന്തായാലും ഔദ്യോഗിക കണക്കുകൾ, സ്ഥാനാർത്ഥികളുടെ എണ്ണം അടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരികയും ചെയ്യും. രോഹിണി, ശരി. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.